Okay. Good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ, മെഡിക്കൽ ഇൻഷുറൻസിന്റെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ വരെ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, അവിടെ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകള്, അതിന്റെ ബെനിഫിറ്റുകൾ നമ്മൾ പറഞ്ഞു. ESIയുടെ 2 പോയിന്റുകൾ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്ക് അധികം സമയം കളയാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോർഷൻസ് തീർക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളും കൂടെ അത് സഹകരിച്ചാലേ നടക്കുള്ളൂ. കുറച്ച് സ്പീഡിലായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവാം. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഒന്ന് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ESI, നമുക്കിനി 3 സ്കീമുകളാണ് പഠിക്കാനുള്ളത്. ESI പഠിക്കാനുണ്ട്, CGHS പഠിക്കാനുണ്ട്, RSDY പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് TPA എന്താണ്, അതും കൂടെ കഴിഞ്ഞ് ഈ ചാപ്റ്റർ തീരും കേട്ടോ. അപ്പൊ ESIയുടെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്. ESI, അതെ, അത് ഈ ഒരു ആക്ട് എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1948 കേട്ടോ, 1948. പിന്നെ ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് കേട്ടോ. ESIC വരുമ്പോൾ കോർപ്പറേഷൻ, അതാണ് ESI എന്ന് പറയുന്ന ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ESICയുടെ, അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് ചെയർമാൻ? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് ESICയുടെ ചെയർമാൻ. ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? അത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഡയറക്ടർ ജനറൽ ആണ്. ഇത്രയാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 4 പോയിന്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, നമുക്കറിയാം ESI എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് വ്യാവസായിക തൊഴിലാളികൾക്ക് സാമ്പത്തികമായിട്ടും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണെന്ന് അറിയാലോ. അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതില് സിക്നെസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ ജീവനക്കാരൻ അവരെന്താണ്, അവധിക്ക് മുൻപായിട്ട്, അതായത് നമ്മുടെ അസുഖാവധി എടുക്കുന്നതിന് മുൻപായിട്ട് എത്ര ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണമെന്നാ പറഞ്ഞത്? 78 ദിവസം. ഓക്കെ, കറക്റ്റ് ആണ്, 78 ദിവസം. ഒക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഇനി സ്ത്രീകളിലാണെങ്കിൽ അവർക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ പ്രസവാവധിക്ക് മുൻപായിട്ട് എത്ര ദിവസം അവർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണമെന്നാ പറഞ്ഞത്? എത്ര ദിവസം വർക്ക് ചെയ്യണം? 70 ദിവസം കേട്ടോ. 70 days അവര് കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കണം. ഇത്രയും പോയിന്റുകൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കേട്ടോ. ഇനിയുള്ള പോയിന്റുകൾ ശ്രദ്ധിക്കാം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Primarily designed to help factory workers handle the expenses following accidents and occupational hazards. The employee state insurance scheme is available for the workers employed in the different factories in India. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിനകത്ത് പഠിച്ചിട്ടുണ്ട്. ESI ആക്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പ്രധാനമായിട്ടും വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ് അല്ലെ. വ്യാവസായിക തൊഴിലാളികൾക്ക് അവർക്ക് എന്താണ്, അസുഖം അല്ലെങ്കിൽ പരിക്ക്, പ്രസവാവധികള് അല്ലെ, പ്രസവാനുകൂല്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന എന്താ പറയാ പരിക്കുകൾ, അതിനൊക്കെ ഉള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ സാമ്പത്തിക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു സ്കീമാണ് ESI അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും ആ സ്കീം ആരെ ലക്ഷ്യമിടുന്നത്? വ്യാവസായിക തൊഴിലാളികളെയാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്കീം, അതായത് ESI എന്ന് പറയുന്ന സ്കീം, that is available for the workers employed in the different factories in India. നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന വിവിധ തൊഴിലാളികൾക്ക് ഈ ഒരു സ്കീം അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The workers drawing wages not in excess of 21,000, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 21,000 per month can take part in this scheme.
അതായത് ESI ആനുകൂല്യം ലഭിക്കണമെങ്കിൽ പ്രതിമാസ വരുമാനം പെർ മന്ത് ആണ് കേട്ടോ പറയുന്നത്. പ്രതിമാസ വരുമാനം 21,000 രൂപയോ അതിൽ കവിയാത്ത, അതായത് 21,000 രൂപയോ അതിൽ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് ലഭിക്കുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എല്ലാവർക്കും കിട്ടുമോ? എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. അതായത് മാസ വരുമാനം 21,000 അതിൽ താഴെയോ വരുമാനമുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാല് 21,000 രൂപയിൽ എന്താണ് കൂടുതൽ മാസവേതനമുള്ള ആളുകൾക്ക് എന്ത് ലഭിക്കില്ല? ESI ആനുകൂല്യം ലഭിക്കില്ല. ആദ്യം ഒരിടയ്ക്ക് 15,000 രൂപയായിരുന്നു പറഞ്ഞു. പിന്നെ അത് ഗവൺമെന്റ് അത് കുറച്ചും കൂടെ കൂട്ടി, എന്റെ ലെവലിൽ കൂട്ടിക്ക് 21,000 രൂപയാണ് കേട്ടോ. അപ്പൊ 21,000 രൂപയോ അതിൽ താഴെയോ മാസ വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ആനുകൂല്യം ലഭിക്കുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. അതിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നവർക്ക് ESI കിട്ടില്ല കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് ഇതാണ്, എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഷെയർ ദ പ്രീമിയം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അറിയാലോ, നമ്മള് മറ്റേ കുറെ ആക്ടുകളൊക്കെ പറഞ്ഞപ്പോ PF പറഞ്ഞു, ESI ഒക്കെ പറഞ്ഞപ്പോ എന്താണ് PF ഇതുപോലെ തന്നെയാണ് അല്ലെ. അതായത് തൊഴിലുടമകളും തൊഴിലാളികളും ഒരുപോലെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരേ തുക തന്നെയാണ് രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ESI കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. അതായത് ESI-ക്കകത്തും തൊഴിലുടമകളും തൊഴിലാളികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രീമിയം അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടും വ്യത്യസ്ത അളവിലാണെന്ന് മാത്രം. അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എംപ്ലോയീസ് പേ ഓൺ ആവറേജ് എത്രയാണ്? 0.75% ഓഫ് ദ വേജ് കേട്ടോ. അതായത് തൊഴിലാളികള് അവരുടെ വേതനത്തിന്റെ എത്ര ശതമാനമാണ്? തൊഴിലാളികളാണ് കേട്ടോ, എംപ്ലോയീസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. എംപ്ലോയീസ് ആണ് പറയുന്നത്. തൊഴിലാളികള് അവരുടെ വേതനത്തിന്റെ 0.75% എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെയോ എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് 3.25% ഓഫ് ദ വേജ് ബില്ല് കേട്ടോ. അതെ 21,000 രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ ESI കിട്ടുള്ളൂ കേട്ടോ. 21,000 രൂപയിൽ കൂടുതൽ മാസ വരുമാനം ലഭിക്കുന്ന ആൾക്കാർക്ക് ESI കിട്ടില്ല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? തൊഴിലുടമകള് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3.25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് തൊഴിലുടമകളുടെ കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. മനസ്സിലായോ പറഞ്ഞ കാര്യം? ESI-യിലേക്ക് തൊഴിലുടമകളും തൊഴിലാളികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 0.75%. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 3.25. അത് നിങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 3.25 പ്ലസ് 0.75 എത്രയാണ്? 4% ആണ് വരിക കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ESI-യിലേക്ക് എത്ര ശതമാനമാണ് മൊത്തം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എത്രയാ? 4%. അതില് 0.75 തൊഴിലാളി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ബാക്കി 3.25% തൊഴിലുടമകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് നോക്കിയേ, അടുത്തത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദ എംപ്ലോയി ഹു ഈസ് ഗെറ്റിംഗ് ഡെയിലി വേജ് ഓഫ് ലെസ് ദാൻ ₹176 ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ പേയ്മെന്റ് ഓഫ് കോൺട്രിബ്യൂഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ദിവസവേതനം ഒരു 176 രൂപയില് താഴെയുള്ള തൊഴിലാളികളുണ്ടല്ലോ, അവരെന്ത് ചെയ്യണ്ട? ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. ദിവസവേതനം 176 എന്ന് പറഞ്ഞ് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. അപ്പൊ അങ്ങനെയുള്ള തൊഴിലാളികൾ എന്ത് ചെയ്യണ്ട? ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. അവരെ ഈ പേയ്മെന്റിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ലെസ് ദാൻ 176 കേട്ടോ. അതായത് ദിവസവേതനമാണ് കേട്ടോ അവിടെ പറഞ്ഞേ. ദിവസവേതനം 176 രൂപ അല്ലെങ്കിൽ അതിൽ കുറവൊക്കെ വരുമാനമുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള തൊഴിലാളികള് എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട? ESI-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. പകരം അത് ആര് ചെയ്തോളും? തൊഴിലുടമകൾ, അതായത് എംപ്ലോയർ കൊടുത്തോളും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ESI-നെ പറ്റിയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ ESI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948. ആരാണ് ഈ സ്കീം കൺട്രോൾ ചെയ്യുന്നത്? ESIC. അതിന്റെ ചെയർമാൻ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ. അതിന്റെ എക്സിക്യൂട്ടീവ് ആരാണ്? അത് വന്നിട്ട് ഡയറക്ടർ ജനറൽ. ഓക്കെ, പിന്നെ സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം? 78 ദിവസം. ഇനി മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം? 70 ദിവസം വർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ എത്ര രൂപയില് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ESI ആനുകൂല്യം ലഭിക്കുള്ളൂ? 21,000 രൂപയോ അതിൽ താഴെ ഉണ്ടോ? അതിൽ താഴെ വരുമാനം ഉള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ വരുമാനം ഉള്ളവർക്ക് എന്ത് കിട്ടില്ല? ESI ആനുകൂല്യം ലഭിക്കില്ല. ഓക്കെ, പിന്നെ ESI-യിലേക്ക് രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ
3.75. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 3.25. പിന്നെ ഒരു എക്സെപ്ഷൻ കേസ് നമ്മൾ പറഞ്ഞല്ലോ, എങ്ങനെയുള്ളവര് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ദിവസവേതനം 176 രൂപയില് കുറവുള്ള ആളുകള് അങ്ങനെയുള്ള തൊഴിലാളികള് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട? ESIലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മനസ്സിലായോ? ഈ പോയിന്റുകൾ മാത്രമേ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്കറിയണം അല്ലെ. ESIനെ പറ്റിയിട്ടൊക്കെ ഞാനെന്ത് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബെനിഫിറ്റ്സ് കേട്ടോ. ഇനി ESIയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ബെനിഫിറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ബെനിഫിറ്റുകളാണ്, എത്ര ശതമാനമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്? സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്, നമുക്കറിയാം സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്. എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്. എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ് അല്ലെ, പ്രസവാനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. വൈകല്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഫ്യൂണറൽ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മരണാനന്തരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നതിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് ഉണ്ട്, കാര്യം ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി എത്രയൊക്കെയാണ് ഉള്ളത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സിക്നെസ് ബെനിഫിറ്റ്. സിക്നെസ് ബെനിഫിറ്റിനെ പറ്റി പറയുന്നത്, the employee is given at the rate of 70% of the daily average wage for a maximum period of 91 days in 1 year. ഇത്രയാണ് 70% of the daily average wage for a maximum period of 91 days in 1 year. അതായത് സിക്നെസ് ബെനിഫിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് തൊഴിലാളികൾക്ക്? അവരുടെ പ്രതിമാസ ഡെയിലി ആവറേജ് വേതനം, പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. എത്ര കാലയളവിലേക്ക് വരെ കൊടുക്കുന്ന പറയുന്നത്? മാക്സിമം പീരീഡ് ഓഫ് 91 days in 1 year. അതായത് ഒരു വർഷത്തില് മാക്സിമം 91 ദിവസം വരെ കൊടുക്കും. എന്ന് വെച്ചാൽ ഏകദേശം പറഞ്ഞ ഒരു വർഷത്തിൽ ഒരു 3 മാസം വരെ അവർക്ക് എന്ത് കിട്ടാം? സിക്നെസ് ലീവ് എടുത്തു പോയി കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കൊടുക്കും. എത്രയാണ് ഡ്യൂറേഷൻ പറയുന്നത്? 91 ദിവസം. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കാം, സിക്നെസ് ബെനിഫിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു വർഷത്തില് മാക്സിമം 91 days വരെ, അറൌണ്ട് ഒരു 3 months വരെ അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നോക്കാം, അപ്പോഴും ഒരു സംശയം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. അതായത് പ്രതിദിന ശരാശരി വേതനം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. എങ്ങനെ നമ്മൾ ശരാശരി കണക്കാക്കാം? ശരാശരി എങ്ങനെയാണ് കണക്കാക്കുക? പ്രതിദിന ശരാശരി വേതനം കണക്കാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആകെ അവർക്ക് കിട്ടിയ വേതനം എത്രയാണെന്ന് നോക്കാം. ആകെ അവർക്ക് കിട്ടിയ കൂലി, അവരുടെ വേതനം എത്രയാണോ അതിനെ അവർ വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെയല്ലേ നമ്മൾ ശരാശരി കണക്കാക്കാം. ആകെ എത്ര വേതനം അവർക്ക് കിട്ടിയിട്ടുണ്ട്, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? അവരാകെ വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രതിദിന ശരാശരി വേതനം കിട്ടും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞ് നോക്കാം. അതായത് ഒരു ആൾക്ക്, ഒരു എംപ്ലോയിക്ക് ഒരു പ്രതിദിന ശരാശരി വേതനം 1000 രൂപയാണെന്ന് ഇരിക്കട്ടെ. എത്ര രൂപയാണ്? 1000 രൂപ. ഓക്കെ, 1000 രൂപ. അപ്പൊ 1000 രൂപയുടെ 70% കിട്ടുന്നത്. 1000 രൂപയുടെ 70% എന്ന് പറയുമ്പോൾ എത്ര വരും? 700 രൂപ വരും. അപ്പൊ 700 രൂപയാണ് അവരുടെ പ്രതിദിന വേതനമായിട്ട് വരുന്നത്. അത് 91 days വരെ കൊടുക്കുന്നവർക്ക് 200 × 91, ഏകദേശം എത്ര വരെയായാലും 63. ഓക്കെ, ഒരു 63 സംതിങ് രൂപയായിരിക്കും അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുക. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതായത് പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% കൊടുക്കുക. അപ്പൊ ഒരു തൊഴിലാളിക്ക് പ്രതിദിന ശരാശരി വേതനം ഏകദേശം 1000 രൂപയുണ്ടെന്ന് ഇരിക്കട്ടെ. 1000 രൂപയുടെ 70% എടുക്കാം. അപ്പൊ എത്രയാ വരിക? 700 അല്ലേ വരിക? 700 അല്ലേ വരിക? അത്രയും അത് 91 ദിവസം വരെ കൊടുക്കും. 700 × 91, അപ്പൊ ഏകദേശം 63 സംതിങ് ഒക്കെ വരും. അപ്പൊ അത്രയും രൂപയാണ് അവർക്ക് എന്തായിട്ട് കൊടുക്കാം? സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കാം. 3 മാസം വരെ അവർക്ക് എന്ത് എടുക്കാം? സിക്നെസ് ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. ആ സമയത്ത് ഇത്രയും രൂപ, 63, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളില് അവർക്ക് അത്രയും രൂപ എന്തായിട്ട് കൊടുക്കും? ആനുകൂല്യമായിട്ട് കൊടുക്കും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്ന് പെട്ടെന്ന് പറയാമോ? ഓക്കെ,
അത്രയേ ഉള്ളൂ. അതൊന്നും ചോദിക്കൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% എത്ര കാലയളവ് കൊടുക്കുന്നുണ്ട്? 91 ദിവസം വരെ. ഒരു വർഷത്തേക്കാണ് കേട്ടോ. ഒരു വർഷത്തില് 91 ദിവസം വരെ കൊടുക്കുന്നു. അതാണ് സിക്നെസ് ബെനിഫിറ്റ്. അടുത്തത് എന്താണ് പറയുന്നത്? എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സിക്നെസ് ബെനിഫിറ്റിൽ നിന്നും കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുക്കുന്ന ബെനിഫിറ്റ് ആണ് അല്ലെ. അപ്പൊ നോക്കിയേ, ഇൻ ദ കേസ് ഓഫ് ഡിസീസസ് ലൈക്ക് tuberculosis, leprosy, fracture, malignancy, etc. The sickness benefit extended to 2 years. 2 വർഷം വരെ കൊടുക്കും. എത്ര പെർസെന്റേജ് കൊടുക്കും അറിയോ? 80% ഓഫ് ദ വേജസ് കൊടുക്കും. വ്യത്യാസം മനസ്സിലായോ? അതായത് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക്, എല്ലാ രോഗങ്ങൾക്കും കൊടുക്കില്ല. ഈ പറയുന്ന ചില രോഗങ്ങൾക്ക്, ട്യൂബർകുലോസിസ് ഇപ്പൊ ക്ഷയരോഗം വരെയാണ്, ലെപ്രസി കുഷ്ഠരോഗം, അതുപോലെ തന്നെ ഫ്രാക്ചർ കാലൊടിയോ കൈയൊടിയോ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, മാലിഗ്നൻസി എന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള പരിക്കെന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളതിനൊക്കെ, അത്തരത്തിലുള്ളതിന് സിക്നെസ് ബെനിഫിറ്റ് എത്ര നാള് വരെ കൊടുക്കും? 2 വർഷം വരെ കൊടുക്കും. നേരത്തെ പറഞ്ഞ സിക്നെസ് ബെനിഫിറ്റ് ഒരു വർഷത്തിൽ 91 ദിവസം വരെയല്ലേ കൊടുക്കുള്ളൂ. ഇങ്ങനെയുള്ള കേസുകൾ വന്നാല് 2 വർഷം വരെ സിക്നെസ് ബെനിഫിറ്റ് കൊടുക്കും. അത് എത്ര ശതമാനം കൊടുക്കുന്നുണ്ട്? 80% ഓഫ് വേജസ് കൊടുക്കും. എന്നുവെച്ചാൽ അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 80% അത് 2 വർഷ കാലയളവ് വരെ ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അതാണ് എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അടുത്തത് എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്. എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു ബെനിഫിറ്റ് ആണത്. എന്താണെന്ന് നോക്കാം. Up to 7 days for the male beneficiaries and 14 days for the female beneficiaries in the event of sterilization. Sterilization എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വന്ധ്യീകരണം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? വന്ധ്യീകരണ ശസ്ത്രക്രിയ, ട്യൂബക്ടമി, വാസക്ടമി. ശരിക്കും ഇന്നത്തെ കാലത്തല്ല അതിന് പ്രസക്തി വരുന്നത്, പണ്ട് കാലത്താണ്. കാര്യം പണ്ട് കാലത്ത് അറിയാലോ, യാതൊരുവിധ പോപ്പുലേഷൻ കൺട്രോളും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 10ഉം 12ഉം മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ പക്ഷെ ഒരു വീട്ടിൽ മാക്സിമം ഒരു 3 കുട്ടികൾ അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആ ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിനും ഫാമിലി പ്ലാനിങ്ങും ഒക്കെ കുറേ കൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുമായിരുന്നു? അതിന് പല ആനുകൂല്യങ്ങളും കൊടുക്കുമായിരുന്നു. കൂടുതൽ ആളുകൾ അത് എന്താണ് അങ്ങനെയുള്ളൊരു പോപ്പുലേഷൻ കൺട്രോളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ ഭാഗമായിട്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സ്റ്റെറിലൈസേഷൻ പർപ്പസിന്, അതായത് വന്ധ്യീകരണ ശസ്ത്രക്രിയകളൊക്കെ ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക്, മെയിൽ ബെനിഫിഷ്യറീസിന് 7 ദിവസം വരെയും, ഫീമെയിൽ ബെനിഫിഷ്യറീസിന് അതായത് സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെയും എന്ത് കൊടുക്കുമായിരുന്നു? സിക്നെസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എത്ര ശതമാനം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ സിക്നെസ് ബെനിഫിറ്റ് പുരുഷന്മാർക്കാണെങ്കിൽ അവർക്ക് ഒരു 7 ദിവസം കൂടുതൽ, 7 ദിവസം വരെയും, സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെയും എന്ത് കൊടുക്കുമായിരുന്നു? സിക്നെസ് ബെനിഫിറ്റ് കൊടുക്കുമായിരുന്നു. എന്ത് പർപ്പസിന്? സ്റ്റെറിലൈസേഷൻ പർപ്പസിന്, വന്ധ്യീകരണ ശസ്ത്രക്രിയകൾക്കൊക്കെ ആയിട്ട്. ഓക്കെ, എത്ര പെർസെന്റേജ് ഒന്നും പറയുന്നില്ല. പക്ഷെ നിലവിലുള്ള സിക്നെസ് ബെനിഫിറ്റിന് ഒരു കുറച്ചും കൂടി ദിവസം കൂടുതൽ കൊടുക്കും. 7 ദിവസം കൂടുതൽ പുരുഷന്മാർക്ക്, സ്ത്രീകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 14 ദിവസം വരെയും സിക്നെസ് ബെനിഫിറ്റ് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? അടുത്തത് കേട്ടോ, മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യങ്ങൾ കേട്ടോ. അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് ആണ് കൊടുക്കുന്നത്. അറ്റ് ദ റേറ്റ് ഓഫ് full wages for a period of 180 days in case of pregnancy and 6 weeks in the event of miscarriage or MTP. MTP ഒക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി പഠിച്ചില്ലേ? 1971 എന്നൊക്കെ പറഞ്ഞ MTP ആക്ട് പഠിച്ചില്ലേ നമ്മള് എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ? ഓക്കെ, അപ്പൊ മെറ്റേണിറ്റി ബെനിഫിറ്റ് പറയുന്നത് പ്രഗ്നൻസി കേസില്, ഓക്കെ, പ്രഗ്നൻസി കേസില് 180 ദിവസം, 180 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 മാസമൊക്കെ വരും അല്ലെ. 6 മാസമൊക്കെ ഫുൾ വേജസ് ആണ് കൊടുക്കുന്നത്. അതായത് 70-80% ഒന്നുമല്ല, അവരുടെ ഫുൾ വേജസ് തന്നെ എന്തായിട്ട് കൊടുക്കുന്നുണ്ട്? മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 6 വീക്സിന്റെ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP. മിസ്കാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അബോർഷൻ ഒക്കെ വരില്ലേ? MTP അതന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അബോർഷൻ കേസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലൊക്കെ 6 ആഴ്ച വരെ എന്ത് കൊടുക്കുന്നുണ്ട്?
ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട്. നിലവിലുള്ള മെറ്റേണിറ്റി ബെനിഫിറ്റിന് പുറമെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ വല്ല പ്രഗ്നൻസി ടൈമിൽ മിസ്കാരേജ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അബോർഷൻ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് 6 ആഴ്ച വരെ, അതായത് 6 വീക്സ് വരെ അവർക്ക് എന്ത് കൊടുക്കും, ഈ പറയുന്ന ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫുൾ വേജസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. 70-80% ഒന്നുമില്ല, ഫുൾ വേജസ് 100% അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണോ, മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകല്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിനും കൊടുക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ കേട്ടോ. നോക്കുക, ദ ടെമ്പററി ഡിസേബിൾഡ് പേഴ്സൺ ഈസ് ഗിവൺ 90% ഓഫ് ദ വേജസ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ്. അപ്പൊ നോക്കുക, വൈകല്യം സംഭവിച്ച, വൈകല്യം എന്ന് പറഞ്ഞാൽ പെർമനന്റ് വൈകല്യം അല്ല കേട്ടോ, ടെമ്പററി ഡിസേബിൾഡ് പേഴ്സണെ കൊടുക്കുന്നുള്ളൂ. താൽക്കാലികമായിട്ട് വൈകല്യങ്ങൾ സംഭവിക്കുന്ന ആളുകൾക്ക്, കാരണം ആ വൈകല്യം എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറും, സ്വാഭാവികമായിട്ടും പിന്നീട് അവർക്ക് ജോലിക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് അവർക്കേ കൊടുക്കുള്ളൂ. അല്ലാണ്ട് പെർമനന്റ് ഡിസേബിൾമെന്റ് വന്ന ആളുകൾക്ക് ചിലപ്പോൾ പിന്നീട് ജോലി ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. അപ്പൊ ടെമ്പററി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, താൽക്കാലികമായിട്ട് വൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ആ വൈകല്യത്തിന്റെ കാലയളവില് അവർക്ക് 90% ഓഫ് ദ വേജസ് ആണ് എന്തായിട്ട് കൊടുക്കുന്നത്, ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. മനസ്സിലായല്ലോ? അപ്പൊ ടെമ്പററി ബെനിഫിറ്റ് മീൻസ് താൽക്കാലികമായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഡിസേബിൾമെന്റ് കാലയളവില് 90% വേജസ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതാണ് ഫ്യൂണറൽ ബെനിഫിറ്റ്. ഫ്യൂണറൽ ബെനിഫിറ്റ് എന്താണ്? ഈ പറയുന്ന മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കുക, ദ എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൺ എൻ എമൗണ്ട് ഓഫ് 15,000. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. 15,000 rupees ആണ് കൊടുക്കുന്നത്. ഫിക്സഡ് ആണ് ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്. അതായത് നമ്മൾ ഈ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ അവരുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള, ഏറ്റവും മുതിർന്ന വ്യക്തിക്ക് 15,000 രൂപ വരെ എന്ത് കൊടുക്കുന്നുണ്ട്, ഫ്യൂണറൽ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ ഒരാൾ, അദ്ദേഹത്തിന് ESI ആനുകൂല്യം ഉണ്ടെന്ന് ഇരിക്കട്ടെ, അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക്, ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി നേടി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം, അദ്ദേഹത്തിന്റെ വൈഫായിരിക്കാം. അപ്പൊ ആ വൈഫിന് എന്ത് കൊടുക്കും, 15,000 രൂപ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളും മറ്റുമൊക്കെ ചെയ്യുന്നതിനുള്ള ആ ഒരു ആനുകൂല്യം എന്നുള്ള രീതിയിൽ 15,000 രൂപ അദ്ദേഹത്തിന്റെ ഫാമിലിയില് ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് കൊടുക്കും. അതൊരു ഫിക്സഡ് ആണ് കേട്ടോ. 15,000 രൂപയാണ് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായോ? എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഇസ് ഗിവൺ an amount of 15,000 for the funeral purpose. കേട്ടോ. ESI ആനുകൂല്യമുള്ള വ്യക്തി മരണപ്പെട്ടാല്, അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക്, നേരെ അദ്ദേഹത്തിന്റെ വൈഫ് ആയിരിക്കാം, അവർക്ക് 15,000 രൂപ വരെ ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? മെഡിക്കൽ ബെനിഫിറ്റ്. നമുക്കറിയാലോ, ഇതൊരു എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. സോ മെമ്പർ ഓഫ് ദ വർക്കർ ഗെറ്റ്സ് ദ മെഡിക്കൽ കവർ ദാറ്റ് ഇൻക്ലൂഡ് ദ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്, ആംബുലൻസ് സർവീസസ് ആൻഡ് ഇൻഡോർ സർവീസസ്. അതായത് മെഡിക്കൽ ആനുകൂല്യം എന്ന് പറയുന്നത് കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പൊ വേണമെങ്കിൽ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസസ്, ഇപ്പൊ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നതിനായിട്ടുള്ള അത്തരം സേവനങ്ങൾക്കുള്ള എന്താ പറയുക കവറേജ് കൊടുക്കുന്നുണ്ട്. ആംബുലൻസ് സർവീസസ്, എന്തെങ്കിലും ഈ രോഗിക്ക് എന്തെങ്കിലും ആംബുലൻസ് സേവനങ്ങൾ ആവശ്യമായിട്ട് വന്നാൽ അതിനുള്ള എന്താ പറയുക കവറേജ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇൻഡോർ സർവീസസ്, ഇൻഡോർ എന്ന് വെച്ചാൽ ഇൻപേഷ്യന്റ്, ഇപ്പൊ ഈ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരം സേവനങ്ങൾക്കുള്ള എന്താ പറയുക കവറേജുകൾ കൊടുക്കുന്നുണ്ട്. അതാണ് മെഡിക്കൽ ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ESIനെ പറ്റി മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ESI ആനുകൂല്യങ്ങൾ, ESIയുടെ ബെനിഫിറ്റുകളൊക്കെ നമ്മൾ പറഞ്ഞത്, സിക്നസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. ESI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ, എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ലെറ്റ്സ് സേ ദ കാൽക്കുലേറ്റഡ് വേജസ് ആസ് പെർ ദ ESI ആക്ട് 1948 ഈസ് INR 20,000. കേട്ടോ, പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കും കിട്ടുമല്ലോ. കിട്ടും കീർത്തന, പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കും കിട്ടും. എന്താണ് കണ്ടീഷൻ? മാസ വരുമാനം 21,000 രൂപയുടെ താഴെ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള പ്രൈവറ്റ് ജോലിക്കാർക്ക് കിട്ടും, ESI ആണെങ്കിലും കിട്ടും. കാരണം ഗവൺമെന്റ് ആളുകൾക്ക് മാത്രമല്ല, കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. മാസ വരുമാനം 21,000 രൂപ, അതിൽ താഴെ വരുമാനം ഉള്ളവർക്കൊക്കെ എന്ത് കിട്ടും? ESI ആണെങ്കിലും കിട്ടും. ഓക്കെ, അതിൽ കൂടുതൽ വരുമാനം ഉള്ളവർക്ക് കിട്ടില്ല കേട്ടോ. അപ്പൊ നോക്കാം, എന്താ നമ്മൾ പറഞ്ഞു വന്നത്? 20,000 രൂപയ്ക്കുള്ള ESIയുടെ ഒരു കാൽക്കുലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. Then the contributions will be calculated using the ESI calculation formula as below. Particulars calculation amount. ആദ്യം ഇതിന് എന്തറിഞ്ഞിരിക്കണം? നമ്മൾക്ക് അറിയണം എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് അറിയണം. എന്നാൽ മാത്രമേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ 3.25 ആണല്ലോ. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 20,000 into 3.25 divided by 100. എത്ര കിട്ടും? 650. ഓക്കെ, ഇനി എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 0.75. അപ്പൊ 20,000 രൂപയുടെ എത്രയാണ്? 20,000 into 0.75 divided by 100 ചെയ്യുമ്പോൾ 150 ഉണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്താൽ പോലെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 800. എത്രയാണ്? 800. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. അടുത്ത ദിവസം വരുമ്പോൾ 15,000 രൂപയ്ക്ക് ESI ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് കണ്ടുപിടിച്ച് ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ അടുത്ത ദിവസം ചോദിക്കൂ കേട്ടോ. 15,000 രൂപയ്ക്ക് കേട്ടോ, 15,000 രൂപയ്ക്കുള്ള ESIയുടെ കാൽക്കുലേഷൻ ചെയ്തു വെക്കണം കേട്ടോ. അടുത്തത്, അപ്പൊ ഇത്രയേ ഉള്ളൂ. ESI പഠിച്ചു കഴിഞ്ഞു നമ്മൾ കേട്ടോ. ESIയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോയിന്റുകളൊക്കെ ഓർത്തു വെക്കുക. എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, എങ്ങനെയാണ് ESIയുടെ കാൽക്കുലേഷൻ ഒക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് CGHS ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS. അതിന്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. CGHSന്റെ എക്സ്പാൻഷൻ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, it is one of the oldest health insurance schemes introduced by the government of India. Is currently in effect. കേട്ടോ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പഴയ ഒരു എന്താ പറയാ, ഇപ്പൊ നിലവിലുണ്ട് എങ്കിൽ ഏറ്റവും പഴയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ ഒന്നാണ് CGHS എന്ന് പറയുന്നത്. ഓക്കെ, the scheme which was introduced in the year 1954. നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഈ സ്കീം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954. പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CGHS ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1954. 1954. Okay, it provides the health insurance coverage to the central government employees and pensioners. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. CGHS ആനുകൂല്യം ആർക്കാണ് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും അതിലെ പെൻഷനേഴ്സിനുമാണ് ഈ പറയുന്ന ആനുകൂല്യം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് കൊടുക്കുവോ? ഇല്ല, സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്കും അതിലെ പെൻഷനേഴ്സിനുമുള്ള ആനുകൂല്യമാണ് CGHS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. The large volume of beneficiaries connected with the scheme makes it a distinctive one, and the scheme accompanies a range of benefits to provide the extensive coverage to the government employees and the pensioners and their families. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോ നമ്മുടെ ESIയിലും CGHSും ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒന്ന് പഠിക്കാം. ഓക്കെ, ESI എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1948. നമ്മളിപ്പോ പറഞ്ഞ CGHS എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1954. ESIയുടെ ഫുൾ ഫോം എന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് അല്ലെ. CGHSന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഇനി ആർക്കൊക്കെയാണ് ആനുകൂല്യം കൊടുക്കുന്നത്? ESI ആനുകൂല്യം ആര് ലക്ഷ്യമിട്ടുകൊണ്ടാണ്? ഫാക്ടറി തൊഴിലാളികളാണ് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ, കൂടുതലും വ്യാവസായിക തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ് ESI എന്ന് പറയുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും കിട്ടും, ഗവൺമെന്റ് സെക്ടറിലുള്ളവർക്കും കിട്ടും. എന്താണ് കണ്ടീഷൻ? മാസവേതനം 21,000 രൂപയിൽ താഴെ മാത്രമേ പാടുള്ളൂ. പിന്നെ ESIയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവിടെ തൊഴിലാളികളും തൊഴിലുടമകളുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. അല്ലാണ്ട് ഗവൺമെന്റ് അല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് അല്ല ഫണ്ട് ചെയ്യുന്നത്. തൊഴിലുടമകളും തൊഴിലാളികളുമാണ് പ്രീമിയം ഷെയർ ചെയ്യുന്നത്. അതേസമയം നമ്മൾ CGHSലോട്ട് വരികയാണെങ്കിൽ അത് ആരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്കീമാണ്? അത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ പെൻഷനേഴ്സിനെ ലക്ഷ്യമിട്ട്
ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്കീമാണ്. അവിടെ ആരാ ഫണ്ട് ചെയ്യുന്നത്? ഗവൺമെന്റ് തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്, അല്ലാണ്ട് തൊഴിലാളികളല്ല അല്ലെ. ശരിക്കും പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ അറിയാൻ പറ്റില്ല. ഏറ്റവും ലക്കി ആയിട്ടുള്ള ജോലിയാണ് അല്ലെ. ഗവൺമെന്റ് തന്നെയാണ് ഫണ്ട് ചെയ്ത് കൊടുക്കുന്നത്. സുഖമാണ് അവർക്ക് അല്ലെ. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കുക കേട്ടോ. 1954 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത് കേട്ടോ, അല്ലാണ്ട് എംപ്ലോയി ഒന്നുമില്ല അവിടെ. ഗവൺമെന്റ് തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്. ഫുൾ ഫോം പഠിച്ചു വെക്കാം. ഇനി ബെനിഫിഷ്യറീസ് ആരൊക്കെയാന്ന് നോക്കാം കേട്ടോ. അതിന്റെ എന്താണ് പ്രയോക്താക്കൾ അല്ലെ, ഗുണഭോക്താക്കള് ആരൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാലോ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും പെൻഷനേഴ്സ് ആണെന്ന് അറിയാം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആരൊക്കെയാണ്? ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്, എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാര്. അതുപോലെ തന്നെ പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് എന്താ പറയുക പെൻഷൻ ആയിട്ടുള്ള ആളുകളും അവരുടെ ഫാമിലി മെമ്പേഴ്സിന് വരെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, എം പിമാരില്ലേ, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. അപ്പൊ ഈ പാർലമെന്റ് അംഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്ന സുഖമാണ്, കാര്യം ഫുൾ ഗവൺമെന്റ് നോക്കും. പിന്നെ സെന്റിനൊക്കെ മെമ്പർ പാർലമെന്റ് ആയിരുന്നു അല്ലെ. അദ്ദേഹത്തിന് അസുഖമൊക്കെ വന്നപ്പോ ഫുൾ ചെലവ് ആരാ നോക്കുന്നത്? ഗവൺമെന്റ് നോക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് കേട്ടോ. ഓക്കെ, പിന്നെ ഹോണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കേട്ടോ, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരില്ലേ അവർക്ക്. അതുപോലെ തന്നെ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോനോമസ് ബോഡീസ് കവേർഡ് അണ്ടർ ദ CGHS. CGHSന്റെ കീഴില് എന്താണ് പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാര സ്ഥാപനങ്ങളുണ്ടാവും, ഓട്ടോനോമസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളൊക്കെ ഇല്ലേ, ഡൽഹി യൂണിവേഴ്സിറ്റി, JNM യൂണിവേഴ്സിറ്റി ഒക്കെ ഇല്ലേ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ICMR, ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ച്, അങ്ങനെയുള്ളതൊക്കെ CGHSന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഓട്ടോനോമസ് ബോഡിയാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വയംഭരണ അധികാര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ്. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? CGHS ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫോർമർ ജഡ്ജസ് ഓഫ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട് കേട്ടോ. സുപ്രീം കോടതി അതുപോലെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രീഡം ഫൈറ്റേഴ്സിന് കിട്ടുന്നുണ്ട് കേട്ടോ, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്. അതുപോലെ തന്നെ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വേണം കേട്ടോ. ജേർണലിസ്റ്റ് എന്ന് തുടങ്ങുന്നത് അടുത്ത പോയിന്റ് ആണ്. എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ് ജീവനക്കാര്. അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ പ്രസ് അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക്. പിന്നെ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, നമ്മുടെ ഡിഫൻസിലെ സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൻസ് അറിയാലോ നിങ്ങൾക്ക്, പ്രതിരോധം. ഓക്കെ, ആർമഡ് ഫോഴ്സസിന്റെ ആൾക്കാരെന്നാണ് കേട്ടോ, അതായത് പട്ടാളക്കാരെ എല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെയുള്ള സ്റ്റാഫുകൾ, അവരെയാണ് നമ്മൾ സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുന്നത്. സിവിലിയൻ എംപ്ലോയീസ് എന്ന് വെച്ചാൽ ആർമഡ് ഫോഴ്സിന്റെ ഭാഗമല്ല, അല്ലാതെയുള്ള ആളുകൾ എന്ന് വെച്ചിട്ട് ഈ പറയുന്ന എഞ്ചിനീയർമാര്, കുക്കുകള്, ഡ്രൈവർമാര്, അതുപോലെ തന്നെ ക്ലറിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവില്ലേ, ഡിഫൻസിൽ പ്രവർത്തിക്കുന്ന ക്ലറിക്കൽ സ്റ്റാഫുകള്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകള്, പിന്നെ ഈ പറയുന്ന കമ്പ്യൂട്ടർ IT പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവരെന്താ ആർമഡ് ഫോഴ്സിന്റെ ഭാഗമല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള്. ഞാൻ പറഞ്ഞ എഞ്ചിനീയർമാര്, കുക്കുകള്, ഡ്രൈവർമാര്, പിന്നെ ക്ലറിക്കൽ സ്റ്റാഫുകള്, അവർക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? CGHSന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ മെയിനായിട്ട് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. താഴെ തന്നിരിക്കുന്നവര് CGHS ആനുകൂല്യം ലഭിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. നമ്മൾ PSI പഠിച്ചപ്പോ അതിന്റെ കുറെ ബെനിഫിറ്റുകൾ പഠിച്ചില്ലേ? എന്നതുപോലെ CGHSന്റെ ബെനിഫിറ്റുകളാണ് ഇനി ഇവിടെ പറയുന്നത് കേട്ടോ. Under this scheme, the eligible central government employees can get the following health insurance benefit. ഈ ഒരു സ്കീമിന് പ്രകാരം എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, കവർ ഫോർ PPF. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. PPF എന്ന് പറയുന്ന പ്രൊവിഡന്റ് ഫണ്ടാണ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ്. അത് വേറൊരു സ്കീമാണ് കേട്ടോ, അതിവിടെ പറയുന്ന കാര്യമില്ല. അപ്പൊ നോക്കുക, കവർ ഫോർ PPF, ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻ. ശരിക്കും PPF വേണ്ട, അത് വെട്ടിയിട്ട് കേട്ടോ, ഇങ്ങനെ വായിച്ചാൽ മതി. കവർ ഫോർ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ് കേട്ടോ. അതായത് ഈ പറഞ്ഞ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് അവരുടെ ചികിത്സകൾക്കും അതുപോലെ അവർക്ക് മെഡിസിൻസും മറ്റും വാങ്ങുന്നതിനുള്ള കവറേജ്, പരിരക്ഷ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ആനുകൂല്യമാണ്. പിന്നെ പറയുന്നത് കവർ ഫോർ ദ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അണ്ടർ
ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ കാർഡിയോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, ആ ഒരു രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള കവറേജുകളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്. എന്താണ് ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്? അതായത് ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും എംപാനൽഡ് ഹോസ്പിറ്റൽസിലൊക്കെ അഡ്മിറ്റ് ആവുന്ന സാഹചര്യങ്ങൾ, ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യന്റ് ആണ്, അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ അതിനുള്ള ചെലവുകളും എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? CGHS കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്ത സംശയം, എന്താണ് എംപാനൽഡ് ഹോസ്പിറ്റൽ? അത് വേറൊന്നുമല്ല, CGHS ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില ഹോസ്പിറ്റൽ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മെഡിസെപ്പ് ആനുകൂല്യം കൊടുക്കുമ്പോൾ ആ മെഡിസെപ്പ് കാർഡ്, ആ സ്കീം, അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന കുറെ ഹോസ്പിറ്റലുകൾ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? എന്നതുപോലെ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് CGHS ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള CGHS ബെനിഫിറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അതിനകത്ത് ഗവൺമെന്റും ഉണ്ടാവും, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന എംപാനൽഡ് ഹോസ്പിറ്റൽ. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളിലും ഒപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതിനുള്ള എക്സ്പെൻസുകളൊക്കെ ഇതിലൂടെ ലഭിക്കും. ഓക്കെ, പിന്നെന്താണ് കവർ ഫോർ ദ ഫാമിലി വെൽഫെയർ സർവീസസ്? കുടുംബക്ഷേമ സേവനങ്ങൾക്കുള്ള കവറേജ് കിട്ടും. അതെന്താണ് ഫാമിലി വെൽഫെയർ സർവീസ് എന്ന് പറഞ്ഞാല്? അതായത് ഇപ്പം ഈ ഒരു എന്താ പറയാ, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഇപ്പൊ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയ്ക്കൊക്കെ മെറ്റേണൽ ആയിട്ടുള്ള കെയർ കിട്ടാൻ മെറ്റേണൽ ബെനിഫിറ്റുകളൊക്കെ കൊടുക്കും. ഓക്കെ, അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടെ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള ഹെൽത്ത് കെയർ സർവീസുകൾക്കൊക്കെ ഉള്ള ബെനിഫിറ്റ് കൊടുക്കും. അതാണ് അവിടെ പറയുന്നത് ഫാമിലി വെൽഫെയർ സർവീസ്. അവരുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ആ ഒരു എന്താ പറയാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ്, ഈ പറയുന്ന പ്രസവ ചെലവുകൾ, മെറ്റേണിറ്റി എക്സ്പെൻസസുകൾക്കുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ട്. അതുപോലെ കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാം, ആയുർവേദ, ബൈ ഫോർ യോഗ, എന്താ പറയാ യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. അങ്ങനെയുള്ള എന്താണ് സേവനങ്ങൾക്ക് എന്ന് വെച്ചാൽ അലോപ്പതിക്കിനുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ല, അലോപ്പതിക് ട്രീറ്റ്മെന്റിന് മാത്രമുള്ള ചെലവ് അല്ല കൊടുക്കുന്നത്. ആയുർവേദ, യുനാനി, നാച്ചുറോപ്പതി അങ്ങനെയുള്ള എന്താ പറയാ മെഡിസിനൽ സിസ്റ്റംസ്, ആ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അതിനുള്ള ചെലവുകളും ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന CGHS സ്കീം വഴി ലഭിക്കുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ CGHS ഓടെ കഴിഞ്ഞു കേട്ടോ. ESI പഠിച്ച പോലെ CGHS ഓടെ കഴിയാണ് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, CGHSന്റെ എക്സ്പാൻഷൻ 1954 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗവൺമെന്റ് തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്. കിട്ടുന്ന ആനുകൂല്യം കിട്ടുന്നത് അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും പെൻഷനേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും ആണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നോക്കാം, വാട്ട് ഈസ് എ CGHS കാർഡ്? ഇനി എന്താണ് CGHS കാർഡ്? ഇപ്പൊ നമ്മൾ മെഡിസെപ്പ് ഉള്ളവർക്ക് മെഡിസെപ്പ് കാർഡ് കൊടുക്കില്ലേ? എന്നതുപോലെ CGHSന് ഒരു കാർഡ് ഉണ്ട്. ആ കാർഡിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് ഉണ്ട്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് all CGHS beneficiaries and their dependents with a photo ID plastic card called a CGHS card by the government of India. ഒന്നുമില്ല, CGHS ബെനിഫിഷ്യറീസിന് എന്ത് കൊടുക്കും? ഒരു CGHS കാർഡ് കൊടുക്കും. ആ കാർഡിന്റെ അകത്ത് അവരുടെ എന്താണ് ഫോട്ടോ ഉണ്ടായിരിക്കും, അവരുടെ ഒരു ഐഡന്റിറ്റി നമ്പറും ഉണ്ടായിരിക്കും. ഓക്കെ, it contains a unique beneficiary identity number which an individual must show to the CGHS facilities at any point. Okay, അപ്പൊ അതിനകത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള അവരുടെ ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ CGHS ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് ആ കാർഡും കൊണ്ട് നമ്മൾ പോകണം. ഓക്കെ, ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റുകൾ ലഭിക്കും. ഇനി this card is white with a varying colored stripe at the top that represent the card holder status. ഇനി കാർഡിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഈ കാർഡ് ബേസിക്കലി ഒരു വൈറ്റ് കാർഡാണ്, വൈറ്റ് കളറാണ്. പക്ഷെ അതിന്റെ മുകളിലായിട്ട് പല നിറത്തിലുള്ള സ്ട്രൈപ്പുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ അതിന്റെ ഒരു പിക്ചർ ഒന്ന് കാണിക്കാം കേട്ടോ. പിക്ചർ നോക്കിയേ, കാണുന്നുണ്ടോ? പിക്ചർ കണ്ടോ? ഓക്കെ, വേറൊരു പിക്ചറാണ് തപ്പിയത്, അത് കിട്ടില്ല.
രണ്ടും നീല കളറാണ്. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായാൽ മതി കേട്ടോ. അതായത് ബേസിക്കലി വെള്ള കാർഡാണ്. ഓക്കെ, പക്ഷെ അതിന്റെ മുകളിൽ കണ്ടോ സ്ട്രൈപ്പിന് കളർ ഉണ്ട്. ചിലത് നീലയാണ്, ഇതിപ്പോ രണ്ടും നീലയാണ്, ഒരെണ്ണം പച്ചയുണ്ട്, അതിന് ചുവപ്പും മഞ്ഞയൊക്കെ ഉണ്ട്. അതിന്റെ പിക്ചർ കിട്ടിയില്ല. ഓക്കെ, കാർഡ് നോക്കി വെച്ചോട്ടോ. ഓക്കെ, അതെല്ലാം കാർഡ് കണ്ടില്ലേ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദിസ് കാർഡ് ഈസ് ബേസിക്കലി വൈറ്റ് ഇൻ കളർ കേട്ടോ. വൈറ്റ് കളർ കാർഡാണ് വിത്ത് വാരി കളർഡ് സ്ട്രൈപ്പ് അറ്റ് ദ ടോപ്പ് ദാറ്റ് റെപ്രസെന്റ്സ് ദ കാർഡ് ഹോൾഡർ സ്റ്റാറ്റസ്. അപ്പൊ അതിന്റെ മുകളിൽ പല കളറിൽ സ്ട്രൈപ്പ് ഉണ്ടായിരിക്കും. ആ സ്ട്രൈപ്പ് എന്തിനെയാണെന്ന് അറിയോ റെപ്രസെന്റ് ചെയ്യുന്നത്? ആ കാർഡ് ഹോൾഡർ സ്റ്റാറ്റസ് ആണ്. അതായത് ആ കാർഡ് ഹോൾഡർ ആരാണ്, എന്ത് പ്രൊഫഷൻ ആണ്, എന്താണെന്നുള്ളത് ആ കളർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ കളർ കോഡ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. സോ ദിസ് സ്ട്രൈപ്പ് ക്യാൻ ബി ഓഫ് എനി ഓഫ് ദ ഫോളോയിങ് കളേഴ്സ്. ഒന്നാമത്തത് യെല്ലോ കളർ കേട്ടോ. യെല്ലോ കളർ നിങ്ങളിപ്പോ എന്താണ് പച്ചയും നീല മാത്രമല്ലേ കണ്ടുള്ളൂ, ഈ കളറും കൂടി ഉണ്ട് കേട്ടോ. യെല്ലോ ഉണ്ട്. യെല്ലോ എന്താണ്? യെല്ലോ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോനോമസ് കമ്പനി. എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോനോമസ് കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അതായത് എന്താണ്, ജേർണലിസ്റ്റുകൾ പ്രസ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക് ആനുകൂല്യം കിട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഓട്ടോനോമസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് കളറാണ്? യെല്ലോ കളറാണ് കേട്ടോ. അപ്പൊ യെല്ലോ കളർ കാർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈസ് എ ജേർണലിസ്റ്റ് ഓഫ് എ ഓട്ടോനോമസ് കമ്പനി. ഓക്കെ, ദെൻ ബ്ലൂ കളർ നേരത്തെ കണ്ടില്ലേ ചിത്രത്തില്? ബ്ലൂ കളർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി. നിലവിലിപ്പോ എന്താ പറയാ ഉള്ള ഗവൺമെന്റ് എംപ്ലോയി, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിനെയാണ് ആ ബ്ലൂ കളർ റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡ് കളർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ? മെമ്പർ ഓഫ് ദ പാർലമെന്റ് ആണ് കേട്ടോ. MP ഇല്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ്, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന കളറാണ് റെഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഗ്രീൻ കളർ എന്തിനാണ്, ആരൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പെൻഷനർ, അതുപോലെ XMP, റിട്ടയേർഡ് പേഴ്സണൽ ഓർ ഫ്രീഡം ഫൈറ്റർ. അതാണ് കൂടുതലുള്ളത് കേട്ടോ. പെൻഷനറിന്, അതുപോലെ XMP പാർലമെന്റ് അംഗം നിലവിലല്ല അങ്ങനെയുള്ളവർ, XMP, അതുപോലെ തന്നെ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാര്, ഫ്രീഡം ഫൈറ്റർ കേട്ടോ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവർക്കൊക്കെ ഏത് കളറാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്രീൻ കളറാണ്. അപ്പൊ ഒന്ന് ഓർത്തൂടെ നിങ്ങൾക്ക്? പിന്നെ ജേർണലിസ്റ്റ് ആണെങ്കിൽ യെല്ലോ കളർ കേട്ടോ. ജേർണലിസ്റ്റ് വെറുതെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മഞ്ഞപ്പത്രം എന്നൊക്കെ കേട്ടില്ല, അത് പറഞ്ഞാൽ കേട്ടോ. മഞ്ഞപ്പത്രം, മഞ്ഞ ഓർക്കാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ. കണക്ട് ചെയ്യാം. യെല്ലോ. ഓക്കെ, ബ്ലൂ കളർ ആണെങ്കിൽ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, റെഡ് ആണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് കേട്ടോ. നിങ്ങൾ ഈ പാർലമെന്റിന്റെ എന്താ പറയാ, അതിന് പറയാ, അടിയിലിരിക്കുന്ന കളർ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ലോക്സഭയുടെ പച്ചയും മറ്റേ എന്താണ്, ലോക്സഭ എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചുവപ്പാണെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ ന്യൂസ് ഒക്കെ കാണുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. പാർലമെന്റിന്റെ പരമ്പരാഗത കളർ നോക്കിയാൽ മതി. ഏതൊക്കെ രാജ്യസഭയുടെ ആണെന്നോ റെഡ് കളറാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. റെഡ് മെമ്പർ ഓഫ് പാർലമെന്റ്. ഗ്രീൻ കളർ ആണെങ്കിൽ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. പെൻഷനർ, XMP, റിട്ടയേർഡ് പേഴ്സണൽ, അതുപോലെ ഫ്രീഡം ഫൈറ്റർ, അവരൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പഠിക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കാം. CGHS കാർഡ് ഹാവ് എ വാലിഡിറ്റി അണ്ടിൽ എ ബെനിഫിഷ്യറീസ് റിട്ടയർമെന്റ് ഡേറ്റ്. ഓക്കെ, അതായത് ആ ഒരു ബെനിഫിഷ്യറിയുടെ റിട്ടയർമെന്റ് ഡേറ്റ് എന്നാണോ അതുവരെയാണ് ആ കാർഡിന് വാലിഡിറ്റി ഉള്ളത് കേട്ടോ. റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് ആ കാർഡിന് വാലിഡിറ്റി ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെങ്കിൽ അതാണ് അടുത്തത് പറയുന്നത്. ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് വാലിഡിറ്റി post retirement, one must make his or her contribution a year before the completion. അപ്പൊ നമുക്കറിയാലോ റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് ആ കാർഡിന് കാലാവധി ഉള്ളത്. പക്ഷെ ആ കാർഡിന്റെ ആ ഒരു കാലാവധി വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ റിട്ടയർമെന്റ് ഡേറ്റിന് 1 വർഷം മുന്നേ തന്നെ എന്ത് ചെയ്തിരിക്കണം? അതിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് റിട്ടയർമെന്റിനോട് അടുക്കുന്ന സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല. റിട്ടയർമെന്റ് ഡേറ്റ് എന്നാണോ അതിന് കൃത്യം 1 വർഷം മുമ്പ് തന്നെ ആ ഒരു വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതിനുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? CGHS കാർഡ് മനസ്സിലായല്ലോ?
അപ്പോൾ ആ കാർഡ് വൈറ്റ് കളർ ആണെന്നും അതിന്റെ കളർ സ്ട്രൈപ്പിനനുസരിച്ച് കളറിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ആ കളർ ഓരോരുത്തരും റെപ്രസെന്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പിന്നെ കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ്. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വർഷം മുമ്പേ തന്നെ പേപ്പർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ CGHSും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് RSBY ആണ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന കേട്ടോ. PSA കഴിഞ്ഞു, CGHS കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് RSBY ആണ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഓക്കെ, സ്വാസ്ഥ്യ ഒരു ഹിന്ദി വാക്കാണ്, അറിയാലോ, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് RSBYയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കാം. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY, ഇറ്റ് ഈസ് എ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം, 1st April 2008 കേട്ടോ. 2008 April 1 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീം ഏതാണ്? RSBY. ഓക്കെ, PSI 1948, CGHS 1954, RSBY എന്നാണ് 2008 April 1 കേട്ടോ, 2008 April 1. ഓക്കെ, എക്സ്പാൻഷൻ ഒക്കെ പഠിച്ചിരിക്കാം. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നോക്കിയേ? ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അല്ലെ, നമ്മുടെ എന്താണ് ലേബർ, മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കേട്ടോ, നമ്മുടെ കേന്ദ്ര തൊഴിൽ ധനകാര്യ മന്ത്രാലയം, ധനകാര്യമില്ല, കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. ഓക്കെ, അവരാണ് ഈ പറയുന്ന RSBY ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് ദ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഫോർ ദ ബിലോ പോവർട്ടി ലൈൻ, APL ഫാമിലീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ലോഞ്ച്ഡ് സ്പെസിഫിക്കലി ഫോർ ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ BPL ഫാമിലീസിന്, ഇപ്പൊ BPLന്റെ ഫുൾ ഫോം ഒക്കെ അറിയാലോ, ബിലോ പോവർട്ടി ലൈൻ ആണ് കേട്ടോ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം 2008 April 1 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് RSBY എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാല് കർഷകരൊക്കെ ഇല്ലേ, കർഷകര്, അതുപോലെ നമ്മുടെ വഴിയോര കച്ചവടക്കാര്, റിക്ഷാ തൊഴിലാളികള്, പിന്നെ ഈ പറയുന്ന നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ബംഗാളികളൊക്കെ വന്ന് ജോലിക്കൊക്കെ വേണ്ടി വന്ന് താമസിച്ച് പണിയെടുക്കുന്നില്ലേ, അങ്ങനെയുള്ള ആളുകള്, അവരൊക്കെയാണ് എന്ത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ വർക്കേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ. മനസ്സിലായല്ലോ? കർഷകര്, വഴിയോര കച്ചവടക്കാര്, അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഒക്കെ ഇല്ലേ, കൂലിപ്പണിക്കാര്, പിന്നെ റിക്ഷാ തൊഴിലാളികള്, അതിഥി തൊഴിലാളികള്, അങ്ങനെയുള്ളവരൊക്കെയാണ്. അവരൊക്കെ വളരെ താഴ്ന്ന ജീവിത നിലവാരത്തില് ഉള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതുപോലെ BPL ഫാമിലീസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്കീമാണ് എന്ത് RSBY എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ കവറേജുകളാണ് ഇതിന് കൊടുക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഓരോന്നിനും ബെനിഫിറ്റുകൾ പഠിച്ചില്ലേ, എന്നതുപോലെ RSBYയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത് കേട്ടോ. ഹിയർ ഈസ് ദ കവറേജ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ RSBY. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, എ സം insured of 30,000 for a worker in the unorganized sector and their families. എത്ര രൂപയാണ്? 30,000. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഈ പറയുന്ന അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കായിട്ട് 30,000 രൂപ വരെ എന്ത് കൊടുക്കുന്നുണ്ട്? പൈസ കൊടുക്കുന്നുണ്ട്. എത്ര രൂപ വരെ? 30,000 കേട്ടോ, 30,000 രൂപ വരെ RSBY സ്കീം പ്രകാരം ആർക്ക് കൊടുക്കുന്നുണ്ട്? അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത് കവർ ഫോർ ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ഇവർക്കായിട്ട് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്കുള്ള പരിരക്ഷ കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ചെലവുകൾക്കുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, അതായത് അവർക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന ഈ ഒരു സ്കീമിന്റെ ഭാഗമാകുന്നതിന് മുൻപ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് അതിനുള്ള കവറേജും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പറഞ്ഞപ്പോ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ പഠിച്ചിട്ടാണ് അല്ലെ. സ്കീം എടുത്ത ഉടനെ തന്നെ നമുക്ക് ചില അസുഖങ്ങൾക്ക് എന്ത് കിട്ടില്ല? കവറേജ് കിട്ടില്ല അല്ലെ. അതൊരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് കവറേജ് കിട്ടുള്ളൂ.
പക്ഷെ RSVYയുടെ കേസിൽ അങ്ങനെയല്ല. ഈ RSVY സ്കീം എടുക്കുന്ന സമയത്ത് എടുക്കുന്നതിനൊക്കെ മുൻപ് ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് വരെയുള്ള കവറേജുകൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ കാരണം അത്രയും പാവപ്പെട്ട ആളുകളാണ് അല്ലെ, അവർക്ക് വേറെ നിവൃത്തിയില്ല ചികിത്സയ്ക്ക്. അതുകൊണ്ടാണ് അവർക്ക് ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, മുൻപുണ്ടായിരുന്ന അസുഖങ്ങൾക്ക് വരെയുള്ള ചെലവുകൾ അതിനുള്ള കവറേജ് കൂടെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ പറയുന്നത് കവർ ഫോർ ദ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1000. അതായത് 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഇവർക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആംബുലൻസിൽ പോകേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വിളിച്ചൊക്കെ ദൂരെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വന്നാല് 1000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്. 1000 രൂപ വരെ കൊടുക്കുള്ളൂ കേട്ടോ. 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് കൊടുക്കും. 1000 രൂപയ്ക്ക് മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. പക്ഷെ 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്. ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് തന്നെയാണ്. എന്ന് പറഞ്ഞാല് അവിടെ ഈ പറയുന്ന ഇൻഷുറൻസ് പ്രൊവൈഡർ, ദാറ്റ് മീൻസ് ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലുമായിട്ട് ഈ പറയുന്ന എന്താ പറയാ ഹെൽത്ത് മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പൈസ അവിടെ സെറ്റിൽ ചെയ്യും. അതാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആർക്ക് റോള് വരുന്നില്ല, രോഗിക്ക് അവിടെ റോള് വരുന്നില്ല. രോഗി അതിന് എന്ത് ചെയ്യണ്ട, അതിലിടപെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ പറയുന്ന കമ്പനി മീൻസ് നമ്മുടെ ഇൻഷുറൻസ് ഈ RSVY കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക ഗവൺമെന്റും അതുപോലെ തന്നെ നേരിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലുമായിട്ട് എന്ത് ചെയ്യാണ്, ഇൻഷുറൻസ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാണ്. അതുകൊണ്ടാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പേഷ്യന്റിന് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അതായത് റീഇംബേഴ്സ്മെന്റിന്റെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. നേരിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഹോസ്പിറ്റലുമായിട്ട് ഡീൽ ചെയ്ത് അവരുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യും. അല്ലാണ്ട് പേഷ്യന്റിന് ഒരിക്കലും എന്ത് ചെയ്യണ്ട, അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് പിന്നീട് അത് റീഇംബേഴ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. ഓക്കെ, അതാണ് അവിടെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Then ലാസ്റ്റ് വരുന്നത് നോക്കാം, എ പ്രീമിയം ഓഫ് ₹30 പെർ ആനുവം. ആനുവം ആണ് കേട്ടോ പറയുന്നത്. പ്രതിവർഷം എത്ര രൂപ മാത്രമേ ഉള്ളൂ പ്രീമിയം? 30 രൂപ പ്രീമിയം അടച്ചാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു രൂപയാണ്, എല്ലാവർക്കും സാധിക്കും അല്ലെ, പാവപ്പെട്ട ആളുകളല്ലേ. അതുകൊണ്ട് തന്നെ പ്രതിവർഷം എന്താണ് 30 രൂപയാണ് പ്രീമിയം ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു വർഷത്തേക്ക് 30 രൂപ അവരെ അടച്ചാൽ മതി ഇതിന്റെ ഒരു ഭാഗമാവാനായിട്ട് കേട്ടോ. പക്ഷെ എങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ? BPL ഫാമിലീസിനും അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് മാത്രമേ അത് കിട്ടുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? അത്രയാണ് അതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ, RSVYക്കകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പഠിച്ച 3 സ്കീമുകളും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, വർഷം നോക്കാം കേട്ടോ. 1948 ESI, CGHS 1954, RSVY 2008 ഏപ്രിൽ 1. ഇനി ആർക്കൊക്കെയാണ് ആനുകൂല്യം? ESI ഫാക്ടറി തൊഴിലാളികൾക്ക്, CGHS സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, RSVY ആർക്കാണ്? BPL ഫാമിലീസ് ആൻഡ് വർക്കേഴ്സിന്റെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. അത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതിന്റെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സാമ്പിൾസ് ഫോർ ദ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കേട്ടോ. അതിന് ചോദ്യമൊന്നും വരില്ല. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എടുത്തവരുണ്ടാവാം. ഓക്കെ, സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ ഒപ്റ്റിമ പ്ലാൻ, അതുപോലെ ടാറ്റ AIGയുടെ മെഡിക്കെയർ പ്ലാൻ, റിലയൻസിന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്നയുടെ പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് കാർഡ്, ഭാരതി എക്സയുടെ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. ഈ പേര് കേൾക്കുമ്പോൾ റിലയൻസ്, ടാറ്റ, സ്റ്റാർ ഫാമിലി എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയാലോ ഗവൺമെന്റ് അല്ലാതെ ഇതെല്ലാം തന്നെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളാണ് കേട്ടോ. അപ്പൊ അവർ കൊടുക്കുന്ന എന്താ പറയുക ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. TPA പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് TPAയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കാം, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസി, അതാണ് എന്ത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന്
പറയുന്നത്. ഇതോടെ ശ്രദ്ധിക്കാം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല് ഒരു ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ പറയുക ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഏജൻസി ആവാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയാണോ എന്ന് വിചാരിക്കരുത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരാളാണോ എന്നല്ല വിചാരിക്കേണ്ടത്. ഒരു കമ്പനിയാണ്. ഒന്നില്ലെങ്കിൽ ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു ഏജൻസി ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം. അവരുടെ റോൾ എന്താണ്? ഒരു ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏജൻസി. അവരെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാല് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്കും ഹോസ്പിറ്റലിനും പേഷ്യന്റിനും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അവർക്കിടയിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് TPA എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇൻഷുറൻസ് കമ്പനിക്കും അതുപോലെ ഹോസ്പിറ്റലിനും പിന്നെ പേഷ്യന്റിനുണ്ട് അല്ലെ, ഇവരുടെ ഈ 3 പേർക്കും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ ഏജൻസിയാണ് TPA എന്ന് പറയുന്നത്. അത്രയും അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് എടുത്തത്. നമുക്ക് തിങ്കളാഴ്ച മൺഡേ ഫസ്റ്റ് അവർ ഞാനായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് മാക്സിമം ഈ ചാപ്റ്റർ അന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് മൺഡേ തീർക്കാൻ നോക്കാം. ഇനി പറ്റിയില്ലെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച ട്യൂസ്ഡേ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഒന്നുമില്ല അല്ലെ? അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ESIയും CGHSഉം RSDയും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ കേട്ടോ. ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടൊക്കെ വരുന്ന ഭയങ്കരമായ പരിക്കുകളില്ലേ, അതിനെയാണ് മാലിഗ്നൻസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? അപ്പം ശരി കേട്ടോ, നമുക്ക് മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു.